ഹായ്, വെൽക്കം ടു ബ്ലാക്ക് കീസ്. വ്ളോഗ് പറയുന്നില്ല, വെൽക്കം ടു ബ്ലാക്ക് കീസ്. യെസ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഞങ്ങളിങ്ങനെ വെബ് സീരീസിൻ്റെ കുറച്ച് എഴുത്ത്, വെബ് സീരീസ് അല്ല, ചെറിയ ചെറിയ കഥകൾ. ചെറിയ ചെറിയ കഥകളുടെ എഴുത്തും ചിന്തകളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ജു ഇങ്ങനെ ആയിപ്പോയി. ഇത് നോക്കിയ വേഷം അവളിങ്ങനെ കഥാകൃത്താണല്ലോ, കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ ഏത് നേരം ചിന്തകളാണ് മഞ്ജുവിന്, പല പല ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സ്ഥായിയായ ഭാവം ഇതാണ്, ചിരിയില്ല, കളിയില്ല, ചുമ്മാതായിട്ടോ. ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ അങ്ങ് ഇട്ടതാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വെബ് സീരീസ് അല്ല, നമ്മുടെ ചെറിയ ചെറിയ എല്ലാവരുടെ അഭിപ്രായം ആദ്യം ഷോർട്ട് സ്റ്റോറീസ് ചെയ്തതിന് ശേഷം ഒന്ന് നിലത്ത് കാലുറപ്പിച്ചതിന് ശേഷം വെബ് സീരീസിലേക്ക് പോയാൽ മതി എന്നാണ്. അപ്പം അത് ഞങ്ങൾ അങ്ങ് മുഖവിലേക്ക് പറഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട് നോക്കാനായിരിക്കും. പിന്നെ എന്റെ അഭിനയം പറയാനില്ലല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇവള് എപ്പോഴും ആരെ കണ്ടാലും അപ്പൊ അവര് ചോദിക്കുക, സിമി എന്താ സീരിയലിൽ വരാത്ത എന്ന് ചോദിക്കും. ഇവളെന്താന്നറിയോ ഉടനെ പറയുന്നത്, ഞാൻ വന്നാൽ ഇവളുടെ അവസരം നഷ്ടപ്പെടും, ഇവളെന്നെ കേറാൻ സമ്മതിക്കുന്നില്ല. ഇവളുടെ അഭിനയ മികവ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഇതങ്ങ് ചെയ്യാന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഞങ്ങളൊക്കെ തന്നെ അഭിനയിക്കും. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഞങ്ങൾ തന്നെ. ഞാൻ കുറച്ചൊക്കെ എഴുതാനൊക്കെ ഇഷ്ടം എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇത് കുറച്ചെന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ സർജറി കഴിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല. സർജറിക്ക് മുൻപ് എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വ്ളോഗിൽ പറഞ്ഞായിരുന്നു. ഇന്ന പോലെ സിംറ്റംസ് എനിക്ക് വന്നു, അതിനുശേഷം ഇങ്ങനെയായി. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഈ സർജറി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആകും, പെർഫെക്റ്റ് ആകും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണോ സംഭവിച്ചത് എന്നുള്ള, എനിക്ക് സർജറിക്ക് ശേഷം എനിക്ക് സംഭവിച്ച മാറ്റം എനിക്കെല്ലാം അറിയാൻ പറ്റുക, എൻ്റെ കൂടെ നിന്നവർക്കാണ് അറിയാൻ പറ്റുക. അതുകൊണ്ട് സർജറിക്ക് ശേഷം ഞാൻ ഓക്കെ ആയിരുന്നോ എന്നുള്ളത് സിമി പറയും. അതായത് സർജറിക്ക് ശേഷം കുറച്ച് നാളുകൾ മഞ്ജു ഇങ്ങനെ സർജറി കഴിഞ്ഞിരിക്കണല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊന്നും മാറും എന്നൊക്കെ വിചാരിച്ച് അവൾ മാറി എന്നാണ് വിചാരിച്ചിരുന്ന വെച്ചത്. അപ്പോഴാണ് ഞങ്ങളുടെ തായ്ലാൻഡ് യാത്രയുടെ സമയത്ത് മഞ്ജു വേറൊരു മഞ്ജു, ഞാൻ ഇന്നേ വരെ കാണാത്ത മഞ്ജു. അതായത് തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യം, വാശി, എന്തിനിപ്പം അങ്ങനെ ചെയ്യണത്, ഇത് ചെയ്താൽ പോരെ. അങ്ങനെ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നോ ഇല്ല. നോ എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് ഇതിപ്പോൾ ഇവിടെ നോ മാത്രം. എടി നമുക്കത് ചെയ്താലോ, എന്തിനിപ്പോൾ അത് ചെയ്യണം, അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ഭയങ്കര വേറൊരു മഞ്ജു. പക്ഷെ ഇവൾക്കത് മനസ്സിലാവില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതായത് എയർപോർട്ടിലെ പോലീസുകാരൻ മുതൽ തായ്ലൻഡിൽ ടാക്സി ഓടിക്കുന്ന ആൾക്കാരോട് വരെ ഞാൻ വഴക്കുണ്ടാക്കി. ഭാഷ അറിയില്ല, ഒരു കുന്തം അറിയില്ല, അങ്ങനെ ഭയങ്കര വേഴ്സ്റ്റായി. എൻ്റെ ഇവളായതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് കട്ടാവാതിരുന്നത്, അല്ലെങ്കിൽ എമ്പണ്ട് എന്നെ വിട്ടിട്ട് പോയേനെ. ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരാൾ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവൾ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തഴയാം. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞ, എടി നിനക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട്, നീ ഒരു ഡോക്ടറെ കാണുന്ന പറയുമ്പോൾ എനിക്ക് ഇവളത് പറയുമ്പോൾ ഞാൻ അതിനെടുക്കുന്നത് എനിക്കെന്താ പ്രാന്താണോ, അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ ചിന്തിക്കണത്. അതുകൂടാതെ എനിക്ക് അതായത് ശരീരത്തിൻ്റെ ബ്ലീഡിങ്, അങ്ങനെയുള്ള ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള കിതപ്പ്, അതെല്ലാം മാറി എന്നുള്ളതല്ലാതെ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അതായത് ഈ സർജറി നടക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണല്ലോ അധികവും നമ്മൾ ഇത്തരം ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട്, പക്ഷേ ഞാൻ ചെയ്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ സർജറി കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, ഒരു കുഴപ്പമില്ല, എന്നോട് പഴയ പോലെ ഹാപ്പി ആയിരിക്കും, ഈ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും എല്ലാം തീരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് നാൾ നമുക്ക് ഈ സർജറിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് എന്താ ചേഞ്ച് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതിന് ശേഷമാണ് എന്നോട് വഴിയിലൊക്കെ വെച്ച് ഈ സർജറി കഴിഞ്ഞ ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
എന്ത് സുഖമാണെന്നറിയോ, ഇപ്പോൾ പീരിയഡ്സ് ഇല്ല, എവിടെ വേണമെങ്കിലും പോകാം, എന്തൊരു സുഖമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അവരത് തിരിച്ചറിയാഞ്ഞിട്ടാണ്. പീരിയഡ്സ് ഇല്ല എന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. പക്ഷേ സർജറിക്ക് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം മഞ്ജുവിന് മെന്റലി അല്ലാതെയും ഫിസിക്കലി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് വീർക്കണം, വണ്ണമല്ല, വെറുതെ ബ്ലോട്ടിങ് ഇല്ലേ, ഭയങ്കര ബ്ലോട്ടിങ്, എന്തിട്ടിട്ടും ഒരു 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 ഇണക്കം തോന്നണില്ല. അതാകുമ്പോഴത്തേക്കും ഒന്നും കൂടി ദേഷ്യം കയറും അവൾക്ക്, ആരോടും ഷെയർ ചെയ്യാനും പറ്റൂല. ഇത് വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ, എനിക്കറിയില്ല, ഭയങ്കര അസ്വസ്ഥതകളും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എടി ഇങ്ങനെ ചേച്ചി സാബ്ഷന്റെ ചേട്ടന്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, മഞ്ജു ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നുണ്ട്, അവളോടൊരു ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങുമെന്ന് പറയണോട്ടാന്ന് പറഞ്ഞു. എനിക്കും അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്താൽ എന്താ ചേച്ചി, അതെല്ലാം മഞ്ജുവിന്റെ ഫിസിക്കൽ കണ്ടീഷനും ബെറ്റർ ആകും, മെന്റൽ കണ്ടീഷനും ബെറ്റർ ആകും, നീ ഒന്ന് കാണിക്കാൻ പറ അവളോട് എന്ന് പറഞ്ഞു. ഇതെന്താ പറയുക, ഒറ്റ ദിവസം രാത്രി കരയാതെ ഞാൻ ഉറങ്ങാറില്ല, ഒരു കാര്യമില്ലാതെ. ആരെങ്കിലും വഴി കൂടി പോയി എന്നെ നോക്കിയാലും എന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. എനിക്ക് ഫിസിക്കലി എന്നുള്ളതിനേക്കാൾ അപ്പുറം മെൻ്റലി ഞാൻ തകർന്നടിഞ്ഞു പോയി. എനിക്കറിയാം, നമ്മുടെ കഴുത്തേൽ ഇങ്ങനെ പിടിച്ച് ഞെക്കുമ്പോൾ നമുക്കൊരു വിമ്മിഷ്ടം വരൂലേ, സങ്കടം വന്ന് നിറഞ്ഞിട്ട് എൻ്റെ ഇവിടെ വന്ന് ഈ തൊണ്ടയിൽ വന്ന് എല്ലാം കൂടി നിറഞ്ഞിട്ട് എനിക്ക് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ മുറിയുടെ ഉള്ളിലിരുന്നിട്ടുണ്ട്. ഞാൻ പുറത്തോട്ട് ഇറങ്ങൂല. അങ്ങനെയായിപ്പോയി ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. ദൈവമേ, സർജറി കഴിഞ്ഞപ്പോൾ പഴയതിൽ നിന്ന് പിന്നത്തതായോ ഞാനെന്ന് അങ്ങനെയായിപ്പോയി. അങ്ങനെ സിമിയാണ് എന്നെ ആസ്റ്ററിൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടർ ആദ്യം പറഞ്ഞത് വിപിൻ ഡോക്ടർ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഇതെല്ലാം മാറും, എല്ലാം. അതായത് ഇത്രയും സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് പുരുഷന്മാർക്കും മറ്റുള്ളവർക്ക്, സ്ത്രീകൾക്ക് തന്നെ ഇത് ഭയങ്കര പുതുമയായിരിക്കും. നമ്മളുടെ ശരീരം റൺ ചെയ്യുന്നത് ഈ ഹോർമോണുകളിലാണ്. നമ്മളൊന്ന് ഉറക്കിച്ചിരിക്കാൻ, നമ്മളൊരു പൂവിനെ കണ്ട് ആസ്വദിക്കാനൊക്കെ നമ്മളെ എനിക്കങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. എല്ലാം നമ്മളുടെ ഹോർമോണുകളാണ്. നമ്മൾ ചിരിക്കാൻ, നമുക്ക് സങ്കടം വരുന്നത്, നമ്മുടെ ചിന്തകൾ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് പോകുന്നത് നമ്മുടെ ഹോർമോൺസാണ്, നമ്മുടെ ഓരോ പ്രവൃത്തിയും. ഇത് നോർമലി മെനപ്പോസ് ആവുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ഹോർമോണുകൾ ഇല്ലാതാവും. പക്ഷെ അത് ഗ്രാജുവലിയേ ഇല്ലാതാവും. മുന്നേ അതിന്റെ സിംറ്റംസ് പതുക്കെ കാണിച്ചു തുടങ്ങും. പക്ഷേ എന്നാലും ഓരോ സ്പൂൺ കുറഞ്ഞ് ഗ്രാജുവലിയാണ് ഈ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാവുന്നത്. അപ്പോഴത്തേക്കും ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ സാധനം ഇല്ലെങ്കിൽ ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് ബോഡി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ഇത് വലിയ പ്രശ്നമാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് സംഭവിച്ചത്, ഒരു ദിവസം, അത്രയും ദിവസം അങ്ങനെ പോകുന്നു, ഒരു ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നു, ഫുൾ എടുത്ത് കളയുന്നു, സഡൻലി ബോഡി ഷട്ട് ഡൗൺ ആയിപ്പോയി. ബോഡി തന്നെ പാനിക്. പിന്നെ ഏജ്, ഇത്ര നേരത്തെയുള്ള ഏജ്, സർജറി നടന്നത്. അപ്പൊ ആ ഏജും ഒരു പാരാമീറ്റർ ആണെന്നാ പറയണത്. ഇത്രയും ചെറിയ ഏജിലൊന്നും ശരിക്കും ഇതെടുത്ത് കളയേണ്ട കാര്യം. അപ്പൊ ബോഡി തന്നെ പാനിക് ആയിപ്പോയി, എന്ത് ചെയ്യണം എന്നറിയാതെ. ഇതാകെ അങ്ങ് കൊളാപ്സ് ആയിപ്പോയി, എന്ത് ചെയ്യണം എന്നറിയാതെ. അങ്ങനെ ബോഡിയും ഞാനും ഒരേപോലെ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സുഹൃത്തുക്കളെ നിൽക്കുകയാണ്. അങ്ങനെ പതുക്കെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു നരകത്തിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നു, ഷൗട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ്. എന്തിൻ്റെ? എല്ലാമാണെന്നല്ല ഞാൻ പറയുന്നത്. ഹോർമോൺ ഇംബാലൻസുകളോ അല്ലെങ്കിൽ അവർക്ക് മെനോപോസ് ആവാനുള്ള സമയം അടുത്ത് വരുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. എന്ത് ചെയ്താലും കുറ്റം. എൻ്റെ അമ്മച്ചിക്ക് നേരത്തെയൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിക്കും, അമ്മച്ചിക്ക് എന്തോ മാനസിക രോഗമുണ്ട്, എന്തൊരു വഴക്കാണ് പറയണതെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ അമ്മച്ചി എപ്പോഴും ചൂടെടുത്ത് എൻ്റെ അമ്മേ എന്നും പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിങ്ങനെ ഫാനിൻ്റെ ചുവട്ടിലിരിക്കും. അപ്പം ഞാൻ, ഈ അമ്മച്ചിക്ക് എന്ത് ചൂടാകുമ്പോൾ എന്താ ഇങ്ങനെ വേർക്കണത് എന്ന് ചോദിക്കും. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ അമ്മച്ചിക്ക് ഇതിൻ്റെയൊക്കെ സിംറ്റംസ് ആയിരുന്നു. അതൊന്നും അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഇത്രയും നേരത്തെ ഇങ്ങനെ യൂട്രസ് മാത്രം പോകണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വലിയതൊന്നുമല്ല, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ യൂട്രസും ഓവറിയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ താളം തെറ്റും. ഡെഫിനറ്റ് ആണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഈ പറയണത്. പലരും പറയും ഓ ഇപ്പോൾ ഭയങ്കര സൂപ്പറാന്ന് പറയും. ഒരു സൂപ്പറും അല്ല. ഇത് സൂപ്പർ ആവണമെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചെയ്തേ മസ്റ്റാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഗുണം കരച്ചിലില്ല, എല്ലാത്തിനും. ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു. സത്യം ദേഷ്യപ്പെടാറുണ്ടോ ഞാൻ? ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോകും. അങ്ങനെ മഞ്ജു ഇപ്പൊ എന്നേലും ഡീസെന്റ് ആയി തോന്നുന്നുണ്ട്. അതല്ല, ഇവള് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ട്രെയിനിങ്ങിന് അപ്പൊ എന്തോ ആരോ പറഞ്ഞപ്പോ ഇവള് എന്നെ ഇങ്ങനെ നോക്കുവാണേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് ചിരിച്ചു. ഇപ്പൊ ഇവള് നീ എന്താ ദേഷ്യപ്പെടാത്തത്? നീ എന്താ ഒന്നും ദേഷ്യപ്പെടാത്തത്? മറ്റേത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ അങ്ങോട്ട് അച്ചാരം പുച്ചാരിട്ട് അടിക്കണം മഞ്ജുവാണ്. ഇത് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ശരി. ഇപ്പൊ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, പക്ഷെ അതിനൊരു മാന്യതയും മര്യാദയോടുകൂടിയേ ഞാൻ പറയുള്ളൂ. മറ്റത് അതല്ല. അതിനിപ്പോ എന്താ കുഴപ്പം? നിങ്ങളുടെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നതാണോ? പോടാപ്പാ എന്ന് പറയുമായിരുന്നു. ഇപ്പൊ അതല്ല ചേട്ടാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ പോയേ പറ്റുള്ളൂ എന്നൊക്കെ സമാധാനത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും അല്ലാട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്ര റിലാക്സ്ഡ് ആയിട്ട് നല്ല സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. ചൂട് ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ, ചൂടും സ്വെറ്റ്നെസ്സും ഉണ്ട്. പക്ഷെ അന്നുണ്ടായിരുന്ന പോലെ അതിന്റെ പകുതിയുള്ളൂ. ഇപ്പൊ വേറൊരു രസം ഉണ്ടാകുന്ന ചേച്ചിക്ക് അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ അത് എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നുണ്ട്. ഇപ്പൊ ഇവളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനിപ്പോ ചിന്തിക്കും ശരിയാണ്. അപ്പൊ ഡോക്ടറും പറഞ്ഞല്ലോ 10 വർഷം മുന്നേ മെനോപോസിൽ 10 വർഷം മുന്നേ കുറച്ച് സിംറ്റംസ് കാണിച്ചു തുടങ്ങും, മൂഡ് ഫ്ലക്ച്വേഷൻസ് വന്നു തുടങ്ങും. മറ്റേത് എനിക്ക് നേരത്തെ പീരിയഡ്സിന്റെ സമയത്തൊന്നും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ പീരിയഡ്സ് ആകണേൽ ഒരു 2-3 ദിവസം തുടങ്ങി എനിക്ക് ഭയങ്കര ദേഷ്യം, ഇറിറ്റേഷൻ, ആരെയും കാണാൻ തോന്നണില്ല, ആരോട് സംസാരിക്കാൻ തോന്നണില്ല. പറഞ്ഞാലില്ലേ അതിന്റെ കോറായിരുന്നു. തലച്ചോറൊക്കെ കിടന്ന് പിരി കൂടുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പം എനിക്ക് തോന്നി ഞാൻ സർജറി കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ആക്ച്വലി ഓക്കെ ആവില്ല. അത് ഓക്കെ ആകുമെന്ന് നമ്മളെ വെറുതെ പറ്റിക്കുന്നതാണ്. ഇതിന് പ്രോപ്പറായിട്ടുള്ള വേ ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഭയങ്കര നെഞ്ച് പടപടപടപടാന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാൽപിറ്റേഷൻ പോലെ ഭയങ്കര നെഞ്ച്. ഇച്ചിരി നേരം മഞ്ജു മ്യൂട്ടായി പോകും. എന്ത് പറ്റിയെന്ന് ഇങ്ങനെ കാണിക്കും. അതായത് നെഞ്ച് പടപടാന്നിടിക്കും. ഒരു 3 സെക്കൻഡ് അല്ലേ? അതൊന്നുമില്ല ഇപ്പോൾ. അതുപോലെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു മരിപ്പ് കണ്ടിട്ട് വരുമ്പോൾ നമ്മൾ വളരെ അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും വന്നിട്ട് നമ്മളിങ്ങനെ കരഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നെടുവീർപ്പിടുമ്പോൾ ഒരു 3 ഇങ്ങനത്തെ ഒരു ഏങ്ങലുള്ള നെടുവീർപ്പ് വരൂലേ? ആ സാധനമില്ലേ, അത് നമ്മുടെ ഉള്ളിൽ സങ്കടം വന്നിരിക്കുമ്പോഴാ. അങ്ങ് ക്യാമറമാൻ രൂക്ഷമായിട്ട് നോക്കണം, അവൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് ചെന്നിട്ട് ചോദിച്ചോടാം. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം ഇങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഏങ്ങലടിച്ചുള്ള ഒരു നെടുവീർപ്പിടുന്നത്. ഇങ്ങനെ ഒരു നെടുവീർപ്പ് വരുമല്ലേ? ഇതെൻ്റെ ജീവിതത്തിൽ എപ്പോഴോ വന്ന് കയറിയിരുന്നു. അപ്പം ഞാൻ എനിക്ക് സങ്കടമൊന്നുമില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനത്തെ നെടുവീർപ്പ് വരുന്നതെന്ന്. അതില്ല ഇപ്പോൾ. ഞാൻ ഭയങ്കര ഫ്രീ ബേർഡായി. ഒന്നിനെ കുറിച്ചും ഞാനിപ്പോ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും, മോളെ മരുന്നൊക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലേ? വേറെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഹോർമോൺ ടാബ്ലറ്റ്സ് ഞാൻ കറക്റ്റായിട്ട് എടുക്കും. കാരണം ഇതിൻ്റെ ഒരു സുഖം ഇപ്പം പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ, ഞാൻ ഓർക്കുന്നു ഇവരൊക്കെ ഇങ്ങനെ ഈസി ആയിട്ടിരിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ നീക്ക് ഇത്ര ഇഷ്ടമല്ല ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെയെങ്കിലും വലിച്ചുരുക്കളയണം, കംഫർട്ടബിൾ ആയിട്ട് ഒരു സമയത്ത് അവൾക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇവരൊക്കെ അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഞാൻ ഇവിടെ കിടന്ന് വെപ്രാളപ്പെടും. അപ്പൊ ഞാൻ ഇവരെന്തെങ്കിലും ഇവളങ്ങോട്ട് കരഞ്ഞ് കുഞ്ഞെന്തെങ്കിലും കാരണമൊരിക്കുള്ളൂ. ഇവളങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞ് വേവലാതിപ്പെട്ട് ചത്ത് മരിച്ചൊക്കെയാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം ഞാൻ അറിയുന്നത്. ലൈഫിനെ ഇങ്ങനെ കാമായിട്ട്, ചിന്തകളെ കാമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സുഖമായിട്ട് നമുക്കൊരു സിനിമയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ പാരൻസോ സിസ്റ്റേഴ്സോ. പിന്നെ വേറൊരു കാര്യം, ചേച്ചിക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, സർജറി കഴിഞ്ഞാൽ അതിൻ്റെ മെഡിസിൻ തീർന്നൊരു 3 മാസം കഴിയുമ്പോൾ മസ്റ്റായിട്ടും എൻഡോക്രൈനോളജിസ്റ്റ്
എൻഡോക്രൈനോളജിസ്റ്റ് ഇപ്പോഴും അറിഞ്ഞൂടാ. എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടർ വിപിനെയാണ് സത്യം. സിമി എൻ്റെ ദൈവമാണ്, എൻ്റെ കളരി പരമ്പര ദൈവമേ, സത്യം കേട്ടാ. അതുകൊണ്ട് എൻ്റെ ആ ഒരു ഞാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വന്ന് പറഞ്ഞത്. കാരണം അന്നത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഭയങ്കര ഓക്കെയാണ്, എൻ്റെ ഫിസിക്കൽ കണ്ടീഷനും മെൻ്റൽ കണ്ടീഷനും എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ ഓക്കെ ആയെന്നാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സർജറിക്ക് മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ സർജറിക്ക് ശേഷം എനിക്ക് വന്നത് അതിന് ശേഷമാണ്. അതുകൊണ്ട് നിങ്ങളോട് മസ്റ്റായിട്ട് പറയണമെന്ന്. ഇപ്പൊ ചിലപ്പോൾ 6 മാസം കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും വീഡിയോ പറഞ്ഞ് ഞങ്ങൾ വരും, പറയാൻ പറ്റില്ല. മഞ്ജു ആണ് ശരിക്കും ഞങ്ങളുടെ എന്താ മൂഡ് സ്വിങ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, മൂഡ് സ്വിങ്സ് എങ്ങനെ വരുമ്പോൾ അതായത് ഇവളുടെ ഇങ്ങനെ അല്ലാത്ത ഒരാൾ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കും. പെട്ടെന്ന് ഒരാൾക്ക് മാറാൻ പറ്റില്ലല്ലോ, ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ അല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കും. അതായത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം, പോലീസുകാർക്ക് എന്നെ പറ്റി എന്ത് വിചാരിച്ചു, എന്താ CFI ഓഫീസർ, CSFI ഓഫീസർ, മറ്റേ തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരാം, ഫോൺ മറന്നുപോയത് കുപ്പി അവിടത്തെ ഇവിടുന്ന് കുപ്പി മേടിച്ചു ഞങ്ങള്, കുപ്പി മേടിച്ച. അപ്പൊ ഇവന്മാരെന്ത് പറയണം, നമ്മള് ലഗേജ് ഓൾറെഡി കൊടുത്തു വിട്ടു, അതിനുശേഷമാണ് നമ്മൾ പോയി കുപ്പി മേടിച്ചത്. അപ്പൊ അവര് സിപ്പ് ലോക്കുള്ള കവറിൽ തരണ്ടേ, അത് തന്നില്ല. അത് അവരുടെ മിസ്റ്റേക്ക് ആണേ. ഞങ്ങൾ പൈസ മുടക്കി കുപ്പി മേടിച്ചൊരു കുപ്പിയൊക്കെ വെച്ച് നമ്മളത് നമ്മുടെ ഷോൾഡർ പപ്പയ്ക്ക്, അതിപ്പോ എന്തിനാ ഇവരോട് പറയണേ, പപ്പയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾക്കായിരിക്കും, എന്താ കുഴപ്പം. അപ്പൊ ഈ കുപ്പി മേടിച്ച് ഞങ്ങള് വരിക കേട്ടോ. മറ്റേ സ്ക്രീനിങ് മറ്റേ ഇത് ചെയ്യൂലേ നമ്മളെ ബാഗ്, സ്ക്രീനിങ് ചെയ്യില്ലേ, അതിൻ്റെ സമയത്ത് പോലീസുകാരൻ ഒരാൾ വിളിച്ചു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ പറയണ്ടയോ സാറേ ഇങ്ങനെ, ഞാൻ ഉടനെ ഇവളങ്ങോട്ട് തരംഗം സൃഷ്ടിച്ചവിടാ. ഞാൻ എൻ്റെ പൊട്ട ഇംഗ്ലീഷ് പൊട്ട ഹിന്ദി വെച്ച ആ പോലീസുകാരനോട് ഞാൻ അയ്യോ എന്ത് ചെയ്യൂനി എന്ത് ചെയ്യും. അപ്പൊ ഇവിടെ പറയട്ടെ ഇടി നീ നടന്ന് എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്, ഞാൻ താഴെ കൊണ്ടുപോട്ടെ, ഓൾറെഡി പോയി ലഗേജ് പോയി സാർ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് തരേണ്ടത്, സാർ വാ താഴെ വാ ഞങ്ങളോട് ഇംഗ്ലീഷിലാണേ. ഇങ്ങനെ അയാള് വളരെ കൂളായിട്ട് നോ വേ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ ദേഷ്യം വരുന്നത്. അങ്ങനെ ആ പോലീസുകാരനോട് എന്തൊരു ഇടി വെച്ച് ഞാൻ പറയണ്ട. ഇതെല്ലാം കഴിഞ്ഞ് കുപ്പിയൊക്കെ സോൾവ് ആക്കിയൊക്കെ വെച്ചതിന് ശേഷം ഇവൾ എന്നോട് ചോദിച്ചു, നീ എന്തേ കാണിച്ചു കിട്ടിയത് ഇവിടെ, നിനക്ക് മനസ്സിലാവണില്ല എന്ന് നിനക്ക് മനസ്സിലാവണ്ടാവില്ല മഞ്ജു, പക്ഷെ നീ ഭയങ്കര ബോറായിട്ട് വരികയാണ്. അപ്പൊ ഞാൻ എന്നോട് സൂപ്പർ ഇവളെന്നോട് പറയുകയാണ്, നീ ഭയങ്കര ബോറാണ്, നീ കാണിച്ചത് ഭയങ്കര മര്യാദ കേടാണ്, എത്ര ആൾക്കാർ നിന്നെ നോക്കി. ഞാനും കുറെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവളതൊരു നെഗറ്റീവായിട്ട് എടുക്കോ, അങ്ങനെ ഞാൻ കുറേ ചിന്തിച്ചിട്ടാണ്. കാരണം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനി ഈ ഒരു കാരണത്താലെ പ്രശ്നം വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഇഗ്നോർ ചെയ്ത് ലാസ്റ്റ് എനിക്കും എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇവള് കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഗർത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം, ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പം ഞാൻ എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ മെൻ്റൽ കണ്ടീഷനെ കുറിച്ചൊക്കെ പറഞ്ഞത്, സെക്ഷുവലി ഉള്ള കാര്യങ്ങൾ ലേഡീസിനെ സംബന്ധിച്ച് ഈ ഹോർമോൺ ഇല്ലാതെ വന്നാൽ സെക്ഷുവലി ഭയങ്കര ഡ്രൈയും വീക്കും ആയി പോകും. ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫിനെയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും, ഇങ്ങനെയുള്ളവരുടെ ഫാമിലി ലൈഫിന്. കാരണം ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്രശ്നമില്ല. വൈഫ് ഇങ്ങനെ ഭയങ്കര ഇഗ്നോർ ചെയ്ത് വിടുമ്പോൾ അത് ഇതാണെന്ന് തിരിച്ചറിയാതെ ഭയങ്കര ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകണം. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സർജറിക്ക് പോയിട്ടുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും, ഇന്ന ഡോക്ടറൊന്നുമില്ല, ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കാണണം, അത് മസ്റ്റാണ് കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരുപാട് സമയം കളയാനില്ല. ചേച്ചിക്ക് പണിയുണ്ട്. കഥ ഒരു കഥ എഴുതി തീർത്തു, അടുത്ത കഥയുടെ പ്രാരംഭഘട്ടം ഇങ്ങനെ എന്റെ പൊന്ന് സിമി, ആൾക്കാർ ഇതാണ് കഥ എഴുതും, ഇപ്പൊ അഭിനയിക്കണത് ഞാനാണല്ലോ. അപ്പൊ ശരി, ഇത് പറയണമെന്ന് തോന്നിയത് കാരണം വന്നതാണ്. അപ്പോൾ ബി ഹെൽത്തി, എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ബൈ.